ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചന്ന മസാലയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. ഇപ്പം നമുക്കും സുപരിചിതമാണ്, മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിനായിട്ട് വെള്ളക്കടലയാണ് വേണ്ടത്. 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാനിടാം. ഒരു 6 മണിക്കൂറെങ്കിലും, മിനിമം 6 മണിക്കൂറെങ്കിലും കുതിർക്കണം. ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചന എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇനി ഒരു വലിയ തക്കാളി വലിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ 1-2 പച്ചമുളക്. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകൊന്ന് കീറിയിടാം. ഇനി ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാം. സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ, ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ, അത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് സമയത്തിലൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്യാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കടല വെന്തോന്ന് നോക്കാം. കടലയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു ബേ ലീഫ് ഉണ്ടല്ലോ, വഴണയില, അത് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് കടല വേവിക്കുമ്പോൾ ചേർത്തിരുന്നത്. ബാക്കി പകുതി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. വല്ലാതെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. കളറൊന്ന് മാറി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, ഒരു 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി അല്ലി ഒരു 7-8 ഒക്കെ എടുക്കാം. ഒരു മീഡിയം സൈസുള്ള വെളുത്തുള്ളി, നമ്മുടെ നാടൻ വെളുത്തുള്ളി, അതും ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ആ ചെറിയ തീയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോടു കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി വെന്ത കടലയിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല മാറ്റി വയ്ക്കാം. ഒന്ന് ഉടച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി നല്ല തിക്കായിട്ട് കിട്ടും, പിന്നെ ടേസ്റ്റും കൂടും. ഇനി കറി ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വയ്ക്കാം. കറി തിളയ്ക്കുന്നതിനിടയിൽ നമ്മൾ മാറ്റി വെച്ച കടല ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട്, അധികം പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി. അതിനുശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉടച്ചു വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ആ കറിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം തിക്കായിട്ട് വരും. കണ്ടോ, കറി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. പുളിയാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ പീസ് പുളി മതി കേട്ടോ. അപ്പോൾ അത് എടുത്ത ഒരു ടീസ്പൂൺ പുളിവെള്ളം, ഇത് ലൂസായിട്ടുള്ള പുളിവെള്ളം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക.
പുളിവെള്ളം ചേർക്കുമ്പോൾ ഒട്ടും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പുളി കൂടി കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും, ആ നല്ല ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. നമ്മുടെ കറികളിൽ നിന്നും ഈ നോർത്ത് ഇന്ത്യൻ കറികളിൽ ഒരു വ്യത്യാസം ഈ കസൂരി മേത്തി ചേർക്കുമ്പോഴാണ്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ്. അപ്പോൾ കസൂരി മേത്തി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് മല്ലിയിലേക്ക് വിതറി അലങ്കരിക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചനാ മസാല റെഡി ആയിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്